സ്വർഗസ്ഥനായ പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ധൂർത്തപുത്രൻ സുബോധത്തോടെ ഉണർന്ന് എഴുന്നേറ്റു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഈ ഒരു തിരിച്ചറിവാണ് അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. നമ്മുടെ ജീവിതത്തിൽ സുബോധത്തോടെയുള്ള ഉണർവാണ് നമ്മെ ജീവനിലേക്കും നഷ്ടപ്പെട്ട ഭാവിയിലേക്കും നടത്തുന്നത്. ധൂർത്തപുത്രൻ അവന് സുബോധം വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുക്കൽ ചെന്നു. പിതാവിനെ കണ്ടപ്പോൾ അവന് അനുതാപം ഉണ്ടായി. ആ അനുതാപം പുതിയ ജീവിതത്തിലേക്കുള്ള അവന്റെ വഴി തുറക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, അവൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു പോയി. അനുതാപം പുതുവഴികൾ തുറക്കുന്നു. പുതിയൊരു ഹൃദയം മെനയുന്ന താക്കോലാണ് അനുതാപം. അനുതാപമാകുന്ന താക്കോൽ നാം ഓരോരുത്തരും ഉപയോഗിക്കുമ്പോൾ കർത്താവായ യേശുവാകുന്ന രക്ഷകന്റെ അടുത്തേക്ക്, അത് ജീവനിലേക്ക് നമ്മെ എത്തിക്കും. അനുതാപം അനുഗ്രഹത്തെ കൊണ്ടുവരും. അനുതപിക്കുന്ന വ്യക്തിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും. അനുതപിക്കുന്ന വ്യക്തിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും. സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കൾ എന്ന് അവർ വിളിക്കപ്പെടും. അതുകൊണ്ട് അനുതാപമുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലാം, അവിടുത്തെ ആരാധിക്കാം. കർത്താവായ യേശുവിന്റെ തിരുമുമ്പിൽ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് സമീപിക്കാം. അവിടത്തോട് പറയാം, കർത്താവേ, എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ. കർത്താവേ, എൻ്റെ മനസ്സിൻ്റെ മുറിവുകൾ അവിടെ നിന്ന് മായ്ക്കണമേ. എന്നെ അറിയുന്നത് അങ്ങ് മാത്രം. എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നതും അങ്ങ് മാത്രം. എൻ്റെ ഹൃദയ നൊമ്പരങ്ങൾ അറിയുന്ന ഏകദൈവം അവിടെ നിന്നാണ്. എന്റെ കുറവുകൾ ക്ഷമിക്കുന്നവൻ ഓ ഈശോ, എന്റെ ഈശോ മാത്രം. എന്റെ മുറിവുകൾ മായ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. ഓ എൻ്റെ ഈശോ, എന്റെ കുറവുകൾ ക്ഷമിക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ മുറിവുകൾ മായ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. ഓ സ്നേഹം, സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ ഓർക്കുമ്പോൾ ഉള്ളം നിറയുന്നു. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ ഓർക്കുമ്പോൾ ഉള്ളം നിറയുന്നു. ഈശോയേ, ഈശോയേ, എന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഓ എൻ്റെ യേശുവേ, ആത്മാവിൽ രക്ഷകനായി ഞാൻ അങ്ങേ പൂജിക്കുന്നു. നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ വേദന അറിയുന്നത് അവിടെ നിന്ന് മാത്രമാണ്. എൻ്റെ ജീവിതത്തിലെ യാതനകളെ അവിടെ നിന്ന് ഇന്ന് അകറ്റണമേ. കർത്താവേ, എന്നെ സഹായിക്കണമേ. ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിൽ അവിടെ നിന്ന് എന്നോട് കൂടെ ആയിരിക്കണമേ. എനിക്ക് ആശ്വാസം നൽകണമേ. ഞാൻ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്ന കർത്താവേ, എന്റെ വേദനയറിയുന്നവൻ എന്റെ ഈശോ മാത്രം. ഓ എൻ്റെ യേശുവേ, എന്റെ വേദനയറിയുന്നവൻ
മാത്രം എന്റെ യാതനയകറ്റുന്നവൻ എന്റെ ഈശോ മാത്രം. ഓ എൻ്റെ ഈശോയേ, ഈശോയേ, എന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നാത്മാവിൽ രക്ഷകനായി ഞാൻ അങ്ങേ പൂജിക്കുന്നു. എന്റെ കുറവുകൾ ക്ഷമിക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ മുറിവുകൾ മായ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എൻ്റെ കർത്താവായ യേശു, എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നത് അവിടുന്ന് മാത്രമാണ് കർത്താവേ. കർത്താവേ, മുന്നോട്ടുള്ള വഴി അടഞ്ഞു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ എനിക്കുള്ള വഴി അവിടുന്ന് തെളിയിച്ചു തരണമേ. എന്നെ സഹായിക്കണമേ ഈശോയെ. ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ധൂർത്തപുത്രനെ പോലെ ഞാൻ കടന്നു വരുന്നു. എന്നോട് കരുണയായിരിക്കണമേ, എന്നെ സഹായിക്കണമേ. ഓ യേശു, എന്റെ മിഴിനീർ തുടയ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ മിഴിനീർ തുടയ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. ഓ എൻ്റെ യേശു, എന്റെ വഴികൾ തെളിക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ കുറവുകൾ ക്ഷമിക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ മുറിവുകൾ മായ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, ഓ യേശുവേ, നിന്നെ ഓർക്കുമ്പോൾ ഉള്ളം നിറയുന്നു. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ ഓർക്കുമ്പോൾ ഉള്ളം നിറയുന്നു. ഈശോയേ, ഈശോയേ, എന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നാത്മാവിൽ രക്ഷകനായി ഞാൻ അങ്ങേ പൂജിക്കുന്നു. ഇന്ന് അനുതാപത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിച്ച് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.